അതെ കുഞ്ഞുമയ്യേ. ആ പോറും പോറും പോറും. എക്സലന്റ് ഊർഗ പിക്കിൾസ്. നല്ല ചാപ്പാട് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഭേഷ് ഉഗ്രൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോഴേ തോന്നി എന്തോ പാരയുണ്ടെന്ന്. എവിടെ ചിക്കൻ? പൊട്ടെ മീൻ വറുത്തത് എവിടെ? എവിടെ? എന്റെ മോൾ അതൊന്നും ഇല്ലാതെ കഴിക്കില്ലെന്ന് അറിയില്ലേ സരസ്വതി? നമ്പർ ഒന്ന് ഇറക്കല്ലേ മാധവൻ നായരെ. ഉച്ചയ്ക്ക് പറഞ്ഞു വൈകുന്നേരം ആവട്ടേന്ന്, വൈകുന്നേരം പറഞ്ഞു രാത്രി ആവട്ടേന്ന്. എന്നിട്ട് ദാപ്പ് നിരത്തിരിക്കണു തൈരോണ്ടുള്ള. ഇവിടെ ഇറച്ചി മീനൊന്നും ആരും ഉപയോഗിക്കാറില്ല. നല്ല തൊട്ട് കിട്ടൂല്ല. താഴ്ന്ന ജാതിക്കാരെ ഇതൊക്കെ ഉപയോഗിക്കുക. എന്നാ എന്നെ താഴ്ന്ന ജാതി കൂട്ടിയാ മതി. പ്രത്യേകിച്ച് കൂട്ടണോ? സബ്സർക്കേ ഗുണേ. തമാശയല്ലേ? കഷ്ടപ്പെട്ട് തമാശ പറയുമ്പോ ചിരിക്കാതിരിക്കാ എങ്ങനെയാ? ഐ എം വെരി സീരിയസ്. എനിക്ക് ഭക്ഷണം വേണ്ട. ഭദ്രേ മോളെ, ഭദ്രേ, നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നു? ഇവിടെ നമ്മൾ മത്സ്യം വെച്ച അതിന്റെ നാറ്റം ചുറ്റും പരക്കും. എപ്പോഴാ അമ്മേ മത്സ്യത്തിന് നാറ്റം വെച്ചു തുടങ്ങിയത്? ഓരോ നാട്ടിൽ പോയാ അവിടുത്തെ രീതി അനുസരിച്ച് കഴിയണ്ടേ? എന്തിന് സഫർ ചെയ്യണം? ബാംഗ്ലൂരിൽ കഴിഞ്ഞാ പോരായിരുന്നോ? നിന്റെ അച്ഛന്റെ ആഗ്രഹമാണ് ഇനിയുള്ള കാലം ഇവിടെ കഴിയണമെന്ന്. അദ്ദേഹത്തിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ എതിരെ നിന്നിട്ടില്ല. അമ്മയ്ക്കും ഈ വീട് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. എന്റെ കയ്യും പിടിച്ച് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ കാലൂത്തിയ കൊന്നുകളയെന്ന് പറഞ്ഞവരാ ഏട്ടന്റെ ആൾക്കാര്. സുഖമില്ലാതെ കിടപ്പിലായ അച്ഛനെ കാണാൻ പോലും ഏട്ടനെ അവർ സമ്മതിച്ചില്ല. ആ ബഹളത്തില് കൈക്കുഞ്ഞായി നീ ഉറക്കെ കരഞ്ഞപ്പോ മാധവേട്ടൻ അമ്മയെങ്കിലും നിന്നെ വന്ന് എടുക്കുമെന്ന് ഞാൻ ആശിച്ചു. വന്നില്ല. പിറ്റേന്ന് ട്രെയിനിലിരിക്കുമ്പോൾ മാധവേട്ടൻ അച്ഛൻ മരിച്ചത് പത്രത്തിൽ നിന്നാണ് വായിച്ചത്. ആ പാവം അന്ന് കുറേ കരഞ്ഞു. എല്ലാറ്റിനും കാരണക്കാർ ഞാൻ തന്നെയാ. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ ഒക്കേറ്റിനും കാരണം. ഈ സെന്റിമെന്റ്സിലൊന്നും ഞാൻ വീടില്ല മോളെ. വാ, നീ വന്ന് വല്ലതും കഴിക്കേ. വേണ്ടാന്ന് പറഞ്ഞല്ലോ. ആ പാവം പുറത്തുപോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ചിക്കൻ. റിയലി? അയ്യോ. വണക്കയ്യ. വണക്കം ഡോക്ടർ. മാധവൻസ് ക്ലിനിക്. അതിനിപ്പോ എന്താ കുഴപ്പം?